കെട്ടിടത്തിൽ ഡയാലിസിസ് സെന്റർ ചോർന്നൊലിക്കുന്നു. പ്രതിഷേധവുമായി ഹോസ്പിറ്റൽ മാനേജ്മെന്റ് കമ്മിറ്റി. നിരവധി വൃക്കരോഗികൾക്ക് ആശ്രയമായിരുന്ന ഒറ്റപ്പാലം നഗരസഭയുടെ കീഴിലുള്ള ഒറ്റപ്പാലം താലൂക്ക് ആസ്ഥാന ആശുപത്രിയിലെ ഡയാലിസിസ് കെട്ടിടമാണ് സീലിംഗ് അടർന്നും ചോർന്നും ശോച്യാവസ്ഥയിൽ തുടരുന്നത്. ചോർച്ച തടയാൻ ബക്കറ്റും പുതപ്പുമൊക്കെയാണ് ഉപയോഗിക്കുന്നത്. ഒറ്റപ്പാലം താലൂക്ക് ആശുപത്രിയുടെ മാനേജിംഗ് കമ്മിറ്റി അംഗം, UDF കേരള കോൺഗ്രസ് പാർട്ടിയുടെ പ്രതിനിധി. ഞാൻ ഇന്ന് എൻ്റെ സുഹൃത്തുക്കളായ HMC മെമ്പർമാരോടൊപ്പം ഇന്ന് നമ്മുടെ താലൂക്ക് ആശുപത്രി സന്ദർശിച്ചിരുന്നു. ഒറ്റപ്പാലം താലൂക്ക് ആശുപത്രിയിൽ ആയിരക്കണക്കിന് രോഗികൾക്ക് ആശ്രയമായിട്ടുള്ള സ്ഥലമാണ്. കേരളത്തിൽ ആദ്യമായിട്ട് തന്നെ നമ്മുടെ ഈ പ്രദേശത്ത് ഡയാലിസ് അന്നത്തെ മുൻ MP ശ്രീ MP രാജേഷിൻ്റെ പ്രാദേശിക ഫണ്ട് ഉപയോഗിച്ചിട്ട് ആദ്യമായിട്ട് ഡയാലിസിസ് കേന്ദ്രം തുറന്നു. നല്ല നിലയ്ക്ക് പ്രവർത്തിച്ചിരുന്ന ഡയാലിസിസ് കേന്ദ്രമാണ്. എന്നാൽ കുറേ കാലങ്ങളായിട്ട് ഈ ഡയാലിസിസ് കേന്ദ്രവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിരവധി പരാതികൾ ഉയർന്നിരുന്നു. അവിടെ ആവശ്യത്തിന് ടെക്നീഷ്യന്മാരില്ലാത്ത ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. എന്നാൽ പുതിയ സൂപ്രണ്ട് വന്നതിന് ശേഷം കഴിഞ്ഞ 2 ആഴ്ച മുമ്പ് ഇന്റർവ്യൂ നടത്തി ടെക്നീഷ്യന്മാരെയൊക്കെ എടുത്ത് പ്രവർത്തനം ആരംഭിച്ചു. ഹൈടെക് എന്ന് അവകാശപ്പെടുന്ന ആരോഗ്യ മേഖലയിലെ അവകാശവാദങ്ങളെ പൂർണ്ണമായും തള്ളുന്ന രീതിയിലാണ് കെട്ടിടം ഇപ്പോൾ നിലനിൽക്കുന്നത്. ഒറ്റപ്പാലം നഗരസഭ ആസ്ഥാനത്തിന് സമീപം സ്ഥിതി ചെയ്യുന്ന ആശുപത്രി കെട്ടിടത്തിന്റെ ശോച്യാവസ്ഥയിൽ പ്രതിഷേധിച്ച് ഹോസ്പിറ്റൽ മാനേജ്മെന്റ് കമ്മിറ്റി അംഗങ്ങൾ തന്നെ രംഗത്ത് വന്നിരിക്കുകയാണ്. ഇപ്പോൾ നിരവധി രോഗികൾക്ക് ആശ്രയമാകേണ്ട ഡയാലിസിസ് സെന്റർ പുതിയ കെട്ടിടത്തിലേക്ക് അടിയന്തര പ്രാധാന്യത്തോടെ മാറ്റി സ്ഥാപിക്കാൻ ഭരണസമിതി തയ്യാറാവണമെന്ന് UDF ജില്ലാ കമ്മിറ്റി അംഗവും ഒറ്റപ്പാലം താലൂക്ക് ആസ്ഥാന ആശുപത്രി HMC അംഗവുമായ തോമസ് ജേക്കബ് ആവശ്യപ്പെട്ടു. അവിടെ ഇപ്പോൾ 4 മെഷീൻ കേടായിട്ട് മാസങ്ങളായി. 4 ഷിഫ്റ്റ് പ്രവർത്തിക്കുന്നുണ്ട്. പക്ഷേ ആ കെട്ടിടത്തിൻ്റെ അവസ്ഥ വളരെ ശോചനീയമാണ്. ചോർന്നൊലിക്കുന്ന കെട്ടിടമാണ്. ഒറ്റപ്പാലം നഗരസഭ കഴിഞ്ഞ വർഷം തന്നെ ഇതിനുവേണ്ടി പ്രൊജക്റ്റ് പാസ്സാക്കിയെന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. നമ്മൾ പല പ്രാവശ്യവും നമ്മൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട സമയത്ത് അത് പ്രൊജക്റ്റ് വെച്ചിട്ടുണ്ട്, അടുത്തതിന് തന്നെ പാസ്സാക്കും, ശരി നടപ്പിലാക്കും എന്ന് പറയുന്നതല്ലാതെ നടപ്പിലാക്കിയിട്ടില്ല. ഇന്നും അതാണ് കണ്ടിട്ടുള്ളത്. നേരിൽ കണ്ടുകഴിഞ്ഞപ്പോൾ വളരെ പ്രയാസം തോന്നി. അതുകൊണ്ട് അടിയന്തരമായിട്ട്, കാരണം നമ്മൾ എപ്പോഴും ആരോഗ്യ മേഖലയുടെ പ്രവർത്തനത്തെ പറ്റിയൊക്കെ വളരെ നമ്പർ 1 ആയിട്ട് പറയുന്നുണ്ട്, പല കാര്യങ്ങളും ചെയ്യുന്നുണ്ട്, അത് നമ്മൾ അംഗീകരിക്കുന്നു. പക്ഷെ അതോടൊപ്പം തന്നെ വളരെ അനാസ്ഥയായ പ്രവർത്തനങ്ങൾ അവിടെ നടക്കുന്നുണ്ട്. നഗരസഭയുടെ കെടുകാര്യസ്ഥത കൊണ്ടാണ് ഇതിന് കാലതാമസം വന്നിട്ടുണ്ട്. അടിയന്തരമായിട്ട് ഇത്തരം ജനകീയ വിഷയങ്ങളിൽ അടിയന്തരമായിട്ട് ഇടപെടണം, വേണ്ട പരിഹാരം കാണണമെന്ന് ഞാൻ ആവശ്യപ്പെടുകയാണ്.